ഇന്ന് ഉത്രാടപ്പാച്ചിൽ തിരുവോണം ആഘോഷിക്കാനുള്ള അവസാനഘട്ട ഒരുക്കത്തിലേക്ക് കേരളം നടന്നു കയറി കഴിഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ വിപണികളൊക്കെ തന്നെ സജീവമായി കഴിഞ്ഞു, കമ്പോളങ്ങളിലൊക്കെ തന്നെ തിരക്ക് തുടങ്ങി, പൂക്കടകളൊക്കെ ആളുകളെ കൊണ്ട് നിറഞ്ഞു. പക്ഷേ കഴിഞ്ഞ വർഷത്തെ രീതിയിലുള്ള ഒരു വലിയ വിൽപ്പനയും വിലക്കയറ്റവും ഇത്തവണ ഇല്ല എന്നുകൂടി പറയുന്നു. സപ്ലൈകോ ഒക്കെ വില പിടിച്ചു നിർത്താൻ വേണ്ടി വിപണിയിലുണ്ട് എന്നുകൂടി നമ്മൾ അറിയുന്നു. വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ ആഘോഷങ്ങളൊക്കെ സംസ്ഥാന സർക്കാർ വളരെ ലളിതമാക്കിയിട്ടുണ്ട്. എന്നാൽ ഇതിൻ്റെ മാറ്റു കുറയാതിരിക്കാൻ പല ഏജൻസികളും ശ്രമിക്കുന്നുമുണ്ട്. വിപണിയും ഏറെ പ്രതീക്ഷകളോടെ ഈ രംഗത്ത് സജീവമായിരിക്കുന്നു. നമ്മൾക്ക് ഇപ്പോൾ നമ്മുടെ പ്രതിനിധികൾ കൂടി ഓണക്കാലത്ത് നമുക്കൊപ്പം ചേരുകയാണ്. തൃക്കാക്കര ക്ഷേത്രത്തിൽ എസ് വിജയകുമാറുണ്ട്, അതുപോലെ ഗുരുവായൂരിൽ സൂരജ് സജിയുണ്ട്, കോഴിക്കോട് ദീപക് തർമ്മൺ നമുക്കൊപ്പം ചേരും മിഠായി തെരുവിൽ നിന്ന്, അതുപോലെ ഷബീദ് റാവുത്തർ ചേരും തിരുവനന്തപുരത്തുണ്ട്, അതുപോലെ ചാല മാർക്കറ്റിലാണ് ഷബീദ് റാവുത്തറുള്ളത്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ അഖിൽ ഷായുണ്ട്, കൊച്ചിയിൽ എസ് ശ്രീകാന്ത് ഉണ്ട്, അതുപോലെ കോഴിക്കോട് നിന്ന് ഷഹദ് റഹ്മാൻ പാളയം മാർക്കറ്റിൽ നിന്ന് ചേരും. അപ്പോൾ വിവിധ സ്ഥലങ്ങളിൽ എങ്ങനെയാണ് ഓണം കേരളത്തിൽ പൊടി പൊടിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയാണ് ഇത്രയധികം പ്രതിനിധികളെ നമ്മൾ വിവിധ സ്ഥലങ്ങളിലായി ഓണത്തിൻ്റെ തത്സമയ വിവരങ്ങൾ നൽകാൻ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആദ്യം എസ് വിജയകുമാർ നമുക്കൊപ്പം ചേരുന്നു. സുപ്രഭാതം, ഗുഡ് മോർണിംഗ് ടു ഓൾ ഓഫ് യു. വിജയകുമാർ, തൃക്കാക്കര ക്ഷേത്രത്തിലെത്തി അതിരാവിലെ തന്നെ, എന്തൊക്കെയാണ് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ? എസ് കെ എൻ, എല്ലാവർക്കും ആദ്യമേ ഉത്രാടദിന ആശംസകൾ നേരുകയാണ്. എസ് കെ എൻ, ഓണാഘോഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ് നടക്കുന്ന തൃക്കാക്കര ക്ഷേത്രത്തിലാണ് ഞാൻ നിൽക്കുന്നത്. ക്ഷേത്രത്തിൽ രാവിലെ തന്നെ ഭക്തജനങ്ങളൊക്കെ ധാരാളം ഇവിടേക്ക് ദർശനത്തിനായി വരുന്നുണ്ട്. ഓണത്തിന്റെ ചടങ്ങുകളിലും ഓണത്തിന്റെ ഐതിഹ്യങ്ങളിലും നമുക്കൊരിക്കലും മാറ്റിവെക്കാൻ കഴിയാത്തതാണ് തൃക്കാക്കര വാമനമൂർത്തി ക്ഷേത്രവും അവിടുത്തെ മഹാദേവ ക്ഷേത്രവും. ഓണക്കാലത്ത് ഉത്സവം നടക്കുന്ന കേരളത്തിലെ അപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഇവിടെ വാമനമൂർത്തി ക്ഷേത്രം. തന്നെയുമല്ല, ഈ വാമനമൂർത്തി പ്രതിഷ്ഠ കേരളത്തിൽ വളരെ കുറവാണ്. അങ്ങനെ വാമനമൂർത്തി പ്രതിഷ്ഠയുള്ള അപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്നുകൂടിയാണ് തൃക്കാക്കര. ആ തൃക്കാക്കരയിൽ അത്തത്തിന് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, അത്തത്തിന് ഉത്സവം കൊടിയേറും. തിരുവോണത്തിനാണ് ഇവിടെ ആറാട്ടോടെ സമാപിക്കും. ഈ ഇവിടുത്തെ ഓണാഘോഷം എന്ന് പറയുന്നത് ഈ നാടിന്റെ മുഴുവൻ ഒരു ആഘോഷമാണ്. വിജയകുമാർ തൃക്കാക്കര ക്ഷേത്രത്തിൽ നിന്നാണ് വിജയകുമാർ നമുക്കൊപ്പം ചേർന്നത്. എനിക്ക് തോന്നുന്നു വിജയകുമാറിൻ്റെ ശബ്ദം ലേശം ഡിസ്കണക്റ്റ് ആയി എന്ന് തോന്നുന്നു. ഓണക്കാലമല്ലേ, നമുക്കിതൊക്കെ സഹിക്കാനേ പറ്റൂ. ഇനി നമുക്ക് മറ്റൊരു പ്രതിനിധിയിലേക്ക് പോകാം. നമുക്കൊപ്പം തിരുവനന്തപുരത്ത് നിന്ന് ഗുരുവായൂരിലേക്ക് നമുക്കൊന്ന് പോകാം. സൂരജ് സജി ഗുരുവായൂർ ക്ഷേത്ര നടയിൽ നിന്ന് നമുക്കൊപ്പം ചേരും. ഗുഡ് മോർണിംഗ് സൂരജ് സജി. ഗുരുവായൂരിലും എനിക്ക് തോന്നുന്നത് കാര്യമായ ജനത്തിരക്കുണ്ടെന്ന് തോന്നുന്നു. എവിടെയാണ് ഇപ്പോൾ നിൽക്കുന്നത്, പറയൂ. എസ് കെ എൻ, ഗുരുവായൂരിലും നല്ല തിരക്കാണുള്ളത്. എന്തായാലും ഉത്രാടദിന ആശംസകൾ. തൃശ്ശൂരിലും ഉത്രാടദിനം വലിയ രീതിയിലുള്ള ആഘോഷങ്ങളിലേക്ക് കടക്കുന്നു. പ്രത്യേകിച്ച് ഇന്ന് തൃശ്ശൂരിലെ ചടങ്ങുകൾ പ്രധാനം എടുത്തു പറയേണ്ടത് ഗുരുവായൂരിൽ തന്നെയാണ്. ഉത്രാടദിന കാഴ്ചക്കുല സമർപ്പിക്കാനായിട്ടുള്ള നിരവധി ഭക്തർ ഈ ഗുരുവായൂരിലേക്ക് എത്തിയിരിക്കുന്നു. ദൃശ്യങ്ങളിൽ കാണാം, നൂറുകണക്കിന് ആളുകളാണ് ഈ ഉത്രാട ദിനത്തിൽ കാഴ്ചക്കുലകൾ സമർപ്പിക്കാൻ വേണ്ടി ഗുരുവായൂരപ്പന്റെ സന്നിധിയിലേക്ക് എത്തിയിരിക്കുന്നു. ഇപ്പോൾ ഈ ക്ഷേത്രത്തിൽ ശീവേലി ചടങ്ങുകൾ നടക്കുകയാണ്. ശീവേലിക്ക് ശേഷമായിരിക്കും ഈ കാഴ്ചക്കുലകൾ സമർപ്പിക്കാനുള്ള അവസരം അല്ലെങ്കിൽ അതിന്റെ ചടങ്ങുകൾ തുടങ്ങുക. അതിനുവേണ്ടി കാത്തു നിൽക്കുന്നവരാണ്. പുലർച്ചെ മുതൽ തന്നെ ഇങ്ങോട്ടേക്ക് എത്തിയ ആളുകളാണ് ഈ ദൃശ്യങ്ങളിലെല്ലാം തന്നെ കാണുന്നത്. തൃശ്ശൂരിനെ സംബന്ധിച്ച് ഈ ചങ്ങാലിക്കോടൻ കുലകളാണ് ഈ കാഴ്ചക്കുലയായി സമർപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ നേന്ത്രക്കുലകളെല്ലാം തന്നെ ഇതിന്റെ ഭാഗമായി ഭക്തർ സമർപ്പിക്കും. ഇതിന് ഒരു ഐതിഹ്യമുണ്ട്. പ്രത്യേകിച്ച് ഓണക്കാലം എന്ന് പറയുന്നത് കാർഷിക സമൃദ്ധിയുടെ ഒരു കാലമായി തന്നെയാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ പഴയ കാർഷിക സമൃദ്ധിയെ ഓർമ്മപ്പെടുത്തുന്നതാണ് ഈ കാഴ്ചക്കുലകളുടെ സമർപ്പണം. പണ്ടുകാലത്ത് ഈ ഭൂമികളെല്ലാം തന്നെ, കൃഷിയിടങ്ങളെല്ലാം തന്നെ ദേവസ്വത്തിൻ്റെതായിരുന്നു. അത് ദേവസ്വം പാട്ടത്തിന് നൽകുന്നു. അങ്ങനെ പാട്ടത്തിന് നൽകുന്ന ഭൂമിയിൽ വിളയുന്ന കുലകൾ അത് ഗുരുവായൂരപ്പന് സമർപ്പിച്ചിരുന്നു. അന്ന് പാട്ടക്കുലകൾ എന്നറിയപ്പെട്ടിരുന്നുവെങ്കിൽ കാലക്രമേണ ഇത് ദേവസ്വങ്ങൾ, ഈ ക്ഷേത്രഭൂമി ഭക്തർക്ക് കൈമാറുന്നു. അങ്ങനെ പാട്ടക്കുലകൾ കാഴ്ചക്കുലകളായി മാറി. അത് പിന്നീട് ഇങ്ങോട്ട് ഒരു ആചാരം പോലെ ഉത്രാട ദിനത്തിൽ സമർപ്പിക്കുകയാണ്. എന്തായാലും ഈ ശീവേലി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ശീവേലി കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഈ കൊടിമരത്തിന് സമീപം അരിമാവ് കൊണ്ട് അണിഞ്ഞ നാക്കില വച്ചതിന് മുകളിൽ മേൽശാന്തി പള്ളിശ്ശേരി മധുസൂദൻ നമ്പൂതിരി ആദ്യ നേന്ത്രക്കുല ഭഗവാന് സമർപ്പിക്കും. പിന്നാലെ ഈ കീഴ്ശാന്തിമാരും അതുപോലെ തന്നെ ദേവസ്വം ചെയർമാൻ, ഭരണസമിതി അംഗങ്ങൾ അടക്കമുള്ളവർ ഈ നേന്ത്രക്കുലകൾ സമർപ്പിക്കും. അതിനുശേഷമായിരിക്കും ഈ കാത്തുനിൽക്കുന്ന ഭക്തർക്കെല്ലാം തന്നെ ഈ കാഴ്ചക്കുലകൾ സമർപ്പിക്കാനുള്ള അവസരം വരിക. എന്തായാലും നിരവധി പേർ ഈ കാഴ്ചക്കുല സമർപ്പിക്കാൻ വേണ്ടി രാവിലെ മുതൽ തന്നെ ഇവിടെ കാത്തു നിൽക്കുന്നു. അതോടൊപ്പം തന്നെ ഇവിടെ എത്തുന്ന ഭക്തർക്കെല്ലാം തന്നെ പ്രത്യേക തരത്തിൽ, അതായത് ഈ ദിവസങ്ങളിൽ തന്നെ വലിയ രീതിയിലുള്ള
അന്നദാനത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട്. സാധാരണഗതിയിൽ 4000 പേരൊക്കെയാണ് ഈ ഗുരുവായൂരിൽ അന്നദാനത്തിന് എത്തുക എങ്കിൽ ഇക്കുറി 10,000 കടക്കും എന്നുള്ളതാണ് ദേവസ്വത്തിന്റെ കണക്ക്. അതിന്റെ ഭാഗമായിക്കൊണ്ടുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ട്. ദർശന സമയം ഉൾപ്പെടെ ക്രമീകരിച്ചിട്ടുണ്ട്. ദർശന സമയത്തിൽ അടക്കം 1 മണിക്കൂറിലധികം വർധനവുണ്ട്. എന്തായാലും രാവിലെ മുതൽ തന്നെ കാത്തു നിൽക്കുന്ന ഭക്തർ അവർ ഈ ഉത്രാട ദിനത്തിൽ കാഴ്ചക്കുലകൾ സമർപ്പിക്കുന്നതിന് വേണ്ടി കണ്ണന്റെ തിരുമുമ്പിൽ കാത്തു നിൽക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ ഉത്രാടക്കുലകൾ സമർപ്പിക്കുന്നതിനുള്ള ചടങ്ങുകൾ ആരംഭിക്കും. ഓക്കെ, സൂരജ് സജിയാണ് ഗുരുവായൂരിൽ നിന്ന് ചേർന്നത്. എന്തായാലും ഈ വാഴക്കുലകൾ സമർപ്പിക്കാനുള്ള ഭക്തരുടെ വലിയ തിരക്ക് ഗുരുവായൂരിൽ അനുഭവപ്പെടുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഇനി ഏറ്റവും കൂടുതൽ സജീവമാകുന്ന ഒരു വിപണിയാണ് കോഴിക്കോട്ടെ മിഠായി തെരുവ്. ഈ തെരുവിൽ നിന്ന് ദീപക് തർമ്മടം നമുക്കൊപ്പം ഓണത്തിൻ്റെ തുടിപ്പുകൾ നമ്മോടൊപ്പം പകർന്നു തരാൻ ചേരുകയാണ്. സുപ്രഭാതം, ഓണാശംസകൾ. ദീപക് തർമ്മടം, മിഠായി തെരുവിൽ നിന്നുള്ള കാഴ്ചകൾ എന്തൊക്കെയാണ്? മിഠായി തെരുവ് സജീവമായോ പുലർച്ചെ മുതലേ? SKN വെരി ഗുഡ് മോർണിംഗ്. ഉത്രാട ദിനാശംസകൾ. ഓണത്തിന് വേണ്ടി കോഴിക്കോട് ഒരുങ്ങി. SKN പറഞ്ഞതുപോലെ ഏത് ആഘോഷമായി കഴിഞ്ഞാലും വലിയ രീതിയിൽ അതിനെ വിജയിപ്പിക്കുന്നവരാണ് മലബാറുകാർ, കോഴിക്കോട്ടുകാർ. SM സ്ട്രീറ്റ് ആണെങ്കിൽ ഏത് ഉത്സവത്തിനും ഏത് ആഘോഷത്തിനും വ്യാപാരത്തിന്റെ ഉത്സവം തീർക്കും. ഇതാ നമുക്കിപ്പോൾ കാണാം, ഇവിടെ പൂക്കളം വലിയ തോതിൽ പൂവൊക്കെ മേടിച്ചിട്ട് പോവുകയാണ് രണ്ടുപേര്. എവിടത്തേക്കാണ് പോണത്? എലത്തൂര് കച്ചവടത്തിന് വേണ്ടി പൂ മേടിച്ചു പോകണം. എങ്ങനെയുണ്ട് പ്രാവശ്യത്തോണം? കുഴപ്പമില്ല. ലേശം വില കൂടുതലാണ് പൂവുകൾക്ക്, എന്നാലും കുഴപ്പമില്ലാതെ രീതിയിൽ പോകുന്നുണ്ട്. എങ്ങനെയുണ്ട് മോളെ ഈ പ്രാവശ്യം ദുരന്തമൊക്കെ അതിന്റെ ക്ഷീണമൊക്കെ തീർന്നല്ലോ അല്ലേ? SKN ഈ ചുമട്ട് തൊഴിലാളികളാണ് സാധാരണഗതിയിൽ ഈ വ്യാപാരത്തിന്റെ സ്പന്ദനം അറിയുന്നവർ. ഒരു SM സ്ട്രീറ്റിലെ ചുമട്ട് തൊഴിലാളി കൂടി നമ്മളോടൊപ്പം ചേരുകയാണ്. എങ്ങനെയുണ്ട്? ഉഷാറാണ്, അടിപൊളിയായിട്ട് പോകണം. ഓണം തിരക്കില്ല. ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ഇവിടെ തിരക്കാണ്ട് തോടും. നല്ല തിരക്കുള്ള ഒരു സ്ഥലമാണെന്ന് നിങ്ങൾക്ക് അറിയാലോ. അതെ 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 അതെ. SKN അങ്ങനെ തന്നെയാണ്. ഈ ചുമട്ട് തൊഴിലാളികൾക്കാണ് ഇതിന്റെ സ്പന്ദനം അറിയുന്നത്. കാരണം അവർ ഉഷാറാന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം വ്യാപാരം നടന്നു, ചരക്കുകൾ കൃത്യമായി ഇറങ്ങി എന്നുള്ളതാണ്. നമുക്കിതാ ഇപ്പൊ തന്നെ ഈ ചെറുകിട കച്ചവടക്കാർ ഈ SM സ്ട്രീറ്റിലുള്ള പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ SKN ബ്രാൻഡഡ് മുതൽ ഏറ്റവും വില കുറഞ്ഞ സാധനങ്ങൾ വരെ ന്യായമായി കിട്ടുന്നു എന്നുള്ളതാണ്. ഇപ്പൊ അൻവർക്ക, എങ്ങനെയുണ്ട് അൻവർ കച്ചവടം? കച്ചവടം കുഴപ്പമില്ല, ഭയങ്കര മോശമാണ്. ഇങ്ങനെ ഉത്സാഹി വരണമെന്ന് വിചാരിക്കണം. ഇന്നലെ മുതലൊന്നും ഉഷാറായല്ലോ അൻവർക്ക? ഇന്നലെ ഉത്സാഹിയുണ്ട്, ഇന്ന് നാളെ പ്രതീക്ഷയുള്ളൂ. ഓക്കെ, താങ്ക് യു. SKN ഇതാണ് പൊതുവിൽ കച്ചവടം ആദ്യം തുടക്കത്തിൽ മന്ദഗതിയിലായിരുന്നു, എന്നാൽ ഇപ്പോൾ കച്ചവടം ഉഷാറായി എന്നുള്ള സന്തോഷമാണ് എല്ലാവർക്കും പങ്കുവയ്ക്കാനുള്ള. SKN SM സ്ട്രീറ്റ് ഇനി ദീപക് തർമ്മടമാണ് കോഴിക്കോട് മിഠായി തെരുവിൽ നിന്ന് ചേർന്ന്. ഇനി നമ്മൾ വീണ്ടും S വിജയകുമാറിന്റെ വാക്കുകൾ മുറിഞ്ഞുപോയി. തൃക്കാക്കര ക്ഷേത്ര നടയിൽ വെച്ച് നമ്മൾ കൂട്ടിക്കെട്ടി അങ്ങോട്ട് തന്നെ പോകുന്നു. വാക്കുകളെ കൂട്ടിക്കെട്ടി. വിജയകുമാർ, സുപ്രഭാതം. എന്തൊക്കെയാണ് തൃക്കാക്കരയിൽ നിന്നുള്ള കൂടുതൽ വിശേഷങ്ങൾ? പറയൂ. SKN, ഞാൻ പറഞ്ഞു വന്നത് ഓണത്തിന്റെ ഐതിഹ്യവും ഒക്കെയായി ഏറെ ബന്ധമുള്ള ഒരു ക്ഷേത്രമാണ് തൃക്കാക്കര വാമനമൂർത്തി ക്ഷേത്രം. അവിടെ അത്തം ഉത്സവം കൊടിയേറും. ഓണം ആറാട്ടാണ്. ആ ക്ഷേത്രത്തിൽ ഇന്ന് ഉത്രാട ദിവസം വലിയ ചടങ്ങുകൾ. ഇപ്പോൾ രാവിലെ 8 മണി മുതൽ ഉത്രാട കാഴ്ച സമർപ്പണം ഉണ്ടാകും. അതിനുശേഷം ഉത്രാട ദിവസം പ്രത്യേക ഒരു ശ്രീബലി ഉണ്ട്. അത് ഏതാണ്ട് ഒരു 8:30 കൂടിയാണ്. 9 ആനപ്പുറത്താണ് ആ ശ്രീഭൂതബലി നടക്കുന്നത്. അത് വലിയ മേളങ്ങളും ഒക്കെ അതിന് അകമ്പടി സേവിക്കുകയും ചെയ്യും. SKN, ഈ ഓണത്തിന്റെ ഐതിഹ്യവുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ചടങ്ങുകൾ ഈ ക്ഷേത്രത്തിൽ നടക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഒരു കാഴ്ച കാണിക്കാം. ഇതാണ് ഇവിടെ മഹാബലി ആസ്ഥാനം എന്നാണ് ഈ ഭാഗം അറിയപ്പെടുന്നത്. മഹാബലിയുടെ രാജഭരണവുമായി ഒക്കെ ആ ഐതിഹ്യവുമായി ഒക്കെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ക്ഷേത്രമാണ് ഈ വാമനമൂർത്തി ക്ഷേത്രം. ഇതാണ് ആ മഹാബലി ആസ്ഥാനം എന്ന് പറയുന്നത്. ഇവിടെ മഹാബലി ആസ്ഥാനം എന്ന ഒരു ബോർഡ് തന്നെ വെച്ചിട്ടുണ്ട്. ഒരു പക്ഷേ കേരളത്തിൽ ഒരിടത്തും അത്തരം ഒരു കാഴ്ച ഈ ഓണക്കാലത്ത് നല്ല ഒരിക്കലും കാണാൻ കഴിയുന്നില്ല. ഇത് സ്ഥിരമായി ഇവിടെ ഒരു കെടാ വിളക്കുണ്ട്. ആ വിളക്ക് അവിടെ എപ്പോഴും തെളിയിച്ചു വെക്കും. ഈ വാമനമൂർത്തി ക്ഷേത്രത്തിൽ വാമന ദർശനത്തിനായി പോകുന്നവരൊക്കെ മഹാബലിയെ അദ്ദേഹത്തിന്റെ രാജധാനിയിൽ ഒന്ന് വണങ്ങിയിട്ടാണ് പോകുന്നത് എന്നതൊരു കൗതുകം കൂടിയാണ്. SKN, അതാണ് ഈ തൃക്കാക്കരയിലെ ഒരു വലിയ പ്രത്യേകത. നാളെ ഈ തിരുവോണ ദിവസം ഇവിടെ ഈ മഹാബലി വരവേൽപ്പ് എന്നൊക്കെയുള്ള ചടങ്ങുകളുണ്ട്. മഹാബലിയെ ഈ ക്ഷേത്രത്തിലേക്ക് ആചാരത്തോടെ ആഘോഷത്തോടെ സ്വീകരിക്കുകയും ഒക്കെ ചെയ്യുന്ന ചടങ്ങുകൾ കൂടിയുണ്ട്. നമ്മൾ ഈ ക്ഷേത്രത്തിന്റെ ഈ പ്രദക്ഷിണ വഴിയിലൂടെയാണ് ഇപ്പോൾ നടക്കുന്നത്. ഇപ്പോൾ രാവിലെ ഈ പതിവ് ദർശനം, ക്ഷേത്ര ദർശനത്തിനൊക്കെ ശേഷം ആളുകളൊക്കെ ക്ഷേത്രത്തിന് പുറത്തേക്ക് ഇപ്പോൾ വരികയാണ്. ഇന്ന് രാവിലെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 8 മണിക്ക് ഈ കാഴ്ച സമർപ്പണം, ഉത്രാട കാഴ്ച സമർപ്പണം ഉണ്ടാകും.
അങ്ങനെ അതിനുശേഷം ശ്രീഭൂതബലി, അതിൽ ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കും. 9 ആനകൾ, കേരളത്തിൽ നിന്ന് വിവിധ ഭാഗങ്ങളിൽ നിന്നൊക്കെ കൊണ്ടുവന്ന 9 ആനകൾ അകമ്പടി സേവിക്കുന്ന ഒരു വലിയ ആഘോഷ പരിപാടിയാണ് അത് നടക്കുന്നത്. ഉച്ചയ്ക്ക് ഈ എല്ലാ ദിവസവും ഓണം കൊടിയേറുന്നത് മുതൽ ആറാട്ട് വരെ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഇവിടെ വിഭവസമൃദ്ധമായ സദ്യ ഒരുക്കുന്നുണ്ട്. എല്ലാവർക്കും ആ സദ്യ കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇന്ന് ഉത്രാട ദിന സദ്യ, അതൊരു പ്രത്യേക സദ്യയാണ് ഇന്നത്തേത്. ഇന്നത് ആയിരക്കണക്കിന് ആളുകൾ ഈ സദ്യ കഴിക്കാനായി, ഇതൊരു ഭഗവാന്റെ പ്രസാദം എന്ന നിലയിൽ അത് കഴിക്കാനൊക്കെയായി ഇവിടെ എത്തുകയും ചെയ്യും. അത് കഴിഞ്ഞാൽ നാളെ തിരുവോണ ദിവസം ഈ തൃക്കാക്കരയിലെ എല്ലാ മനുഷ്യരും ഇവിടെ ഈ ക്ഷേത്രത്തിൽ വന്നാണ് അവരുടെ ഓണ ആഘോഷം പൂർത്തിയാക്കുന്നത്. ഇവിടെ ഉച്ചഭക്ഷണം, ഇവിടുത്തെ സദ്യ കഴിച്ചാണ് എല്ലാവരും അവരുടെ ആഘോഷം അവസാനിപ്പിക്കുന്നത്. തൃക്കാക്കരയെ സംബന്ധിച്ചിടത്തോളം ഓണത്തിന്റെ പേരും അതിന്റെ പെരുമയുമായി ഏറെ ബന്ധമുള്ള ഒരു ക്ഷേത്രം കൂടിയാണ്. ഇതാണ് ആ ക്ഷേത്രത്തിന്റെ ഏറ്റവും പ്രധാന ഭാഗം. വാമനമൂർത്തി പ്രതിഷ്ഠയാണ്. കേരളത്തിൽ വാമനമൂർത്തി പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങൾ വളരെ കുറച്ചേ ഉള്ളൂ. അങ്ങനെ അത്തരത്തിൽ അപൂർവ പ്രതിഷ്ഠയുള്ള ക്ഷേത്രം തന്നെയുമല്ല, ഓണക്കാലത്ത് ഉത്സവം നടക്കുന്ന ഏക ക്ഷേത്രമെന്ന് നമുക്ക് വേണമെങ്കിൽ ഈ ക്ഷേത്രത്തെ വിശേഷിപ്പിക്കുകയും ചെയ്യാം. അതാണ് തൃക്കാക്കര വാമനമൂർത്തി ക്ഷേത്രത്തിന്റെ മറ്റൊരു പ്രത്യേകത. ക്ഷേത്രത്തിൽ ദർശനമൊക്കെ കഴിഞ്ഞ് ആളുകളൊക്കെ ഇങ്ങനെ പുറത്തേക്ക് വരികയാണ്. വലിയ ആഘോഷം നടക്കുന്നു. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട 2 ദിവസത്തെ ചടങ്ങ് ഇന്നും നാളെയുമാണ് നടക്കുന്നത്. ക്ഷേത്ര ദർശനമൊക്കെ കണ്ടു തൊഴുതിട്ട് വരിക അല്ലേ? അപ്പൊ ഉത്രാട ആഘോഷമൊക്കെ എങ്ങനെയാ ഇന്നിപ്പോ? ഇന്നിപ്പോ വലിയ തിരക്കുണ്ടോ? അത് എക്സ്കാനിന്റെ ആളുകൾ ക്ഷേത്ര ദർശനമൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് വരുന്നുണ്ട്. അകത്ത് വലിയ തിരക്കുണ്ട്. എല്ലാവരും തൊഴുതിട്ട് വരുവാണോ? തിരക്കുണ്ടോ? ഓണത്തിന്റെ ഒരുക്കങ്ങളൊക്കെ ഏതുവരെയായി? ഉത്രാടപ്പാച്ചിലൊക്കെ അല്ലേ? ഉത്രാടപ്പാച്ചിലാണ്. പിന്നെ ഓണം നല്ലവണ്ണം ആഘോഷിക്കാൻ ആഗ്രഹമുണ്ട്. അപ്പോ എസ്കനതാണ്, നമുക്ക് സങ്കടങ്ങളൊക്കെ ഉണ്ട്, വിഷമങ്ങളൊക്കെ ഉണ്ട്, പല നഷ്ടങ്ങളെ പറ്റിയൊക്കെ നമ്മൾ ഓർക്കും. പക്ഷേ എങ്കിലും ഓണം ആഘോഷിക്കുന്നതിൽ നമ്മൾ കുറവ് വരുത്താറില്ല. തൃക്കാക്കരയിലും ഓണം പൊടിപൊടുക്കുകയാണ്. ക്ഷേത്രത്തിൽ അതിന്റെ ആചാരവും അനുഷ്ഠാനവും ഒക്കെ ഉണ്ട്, ഒപ്പം ആഘോഷവും ഉണ്ട്. ഓക്കെ, തൃക്കാക്കര ക്ഷേത്രത്തിൽ നിന്ന് എസ് വിജയകുമാറാണ് നമുക്കൊപ്പം ചേർന്നത്. മറ്റുള്ളവർ കൂടി വിവിധ ആഘോഷവേളകൾ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നിരത്തുകളിലും ക്ഷേത്ര നടയിലും ഒക്കെ തന്നെയുണ്ട്. അവരിലേക്കൊക്കെ നമുക്ക് പോകാം.